നമസ്കാരം. ഞാൻ വൈദ്യർ സെൽവരാജ് മൂപ്പനാറാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഏവൽ, പില്ലി, ശൂനിയം, ചെയ്വന്, വെളിദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പയർ ദോഷം, ഈ ആളുകൾ വിളിദോഷം, ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ട്. ഈ ദോഷം ഇല്ലേന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ഇപ്പം അയ്യോ 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 എന്ന് പറയുമ്പോൾ അത് നമ്മൾ അതൊരു ഇതായിട്ട് വന്ന് ബാധിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ലേ? ഇവൻ ഇങ്ങനെ വന്ന എന്നുള്ള ഒരു കണ്ണ്, ആ കമ്പയർ ദോഷം, അതാണ് കമ്പയർ ദോഷം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ട് നമുക്ക്. ഇന്ന് ഇത് പ്രപഞ്ചശക്തി ഉണ്ടായ കാലം മുതൽ നമുക്ക് ഈ ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങൾക്ക് പരിഹാരവുമുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് എന്താണ് കലിയുഗം ആയതുകൊണ്ടേ ഇന്ന് പൊയ്യായിട്ട് ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ നല്ലവരെന്ന് കാണിച്ച് അവർ പൊയ്യായിട്ട് ജീവിക്കും. അവനേജ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ കലിയുഗ രീതിയിൽ ജീവിക്കുന്നവർ, അവരൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് എത്ര തെറ്റ് ചെയ്താലും അവർക്ക് ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. 1-2 പേരല്ല, എൻ്റെ അനുഭവമാണ്. ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്യും അവരെ എന്ന് പറഞ്ഞാൽ. സാധാരണ ഇന്ന് വേറെ എന്തെങ്കിലും ഒരു കൊള്ളയിനവനെ പോലും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ട്. എനിക്ക് മനസ്സിലായില്ലേ? ഇന്നത്തെ മയക്കമരുന്ന് മരിച്ചതൊക്കെ വിൽക്കണില്ലേ? ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അവർ നല്ലതാണ് ചെയ്യുന്നത്, ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ആളുകൾക്ക് തന്നെ ഇന്ന് ആളുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് നിങ്ങൾ ജീവിച്ചാൽ വളരെ കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തും. ഉള്ള അപരാധം അത്രയും കേൾക്കേണ്ടി വരും, ഉള്ള മോശം അത്രയും കേൾക്കേണ്ടി വരും. ആരും നമ്മൾ അംഗീകരിക്കില്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അത് ഈ സത്യസന്ധമായിട്ട് പോകുന്നതിന് ഒരു നടത്തുന്ന ഒരു പ്രധാനമാണ്. സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ജീവിക്കുന്നവരൊക്കെ എല്ലാം അനുഭവം ഇതായിരിക്കും. നമുക്ക് ഒരുപാട് ആൾക്കാർ കണ്ടില്ലെങ്കിലും ഈ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർ കാണുക. ഈ ഞാൻ ഇടുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇതിനെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇനിയും ഉള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവവും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു തരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നുമില്ലെങ്കിലും മനസ്സിന് ഇത് കണക്ക് എനിക്ക് ഞാനും കാണും. ഇത് കണക്ക് നല്ല വീഡിയോകളുണ്ടെങ്കിൽ ഞാനും കാണും. കാരണം മനസ്സിനൊരു സന്തോഷമില്ലേ? മറ്റുള്ളൊരു അനുഭവം നിങ്ങൾ പറയുന്നത് ഞാനും കാണും. മനസ്സിനൊരു സന്തോഷം കിട്ടും, അത്രയല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു റിയാസ് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഒരു നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാമല്ലോ. താല്പര്യമുള്ളവർ, താല്പര്യമില്ലാത്തവർ കളഞ്ഞിട്ട് പോവുക. വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുക. അതൊന്നും ഒന്നുമില്ല. നമുക്കിപ്പോൾ 10 പേരാണ് നമ്മളെ വീഡിയോ കാണണമെങ്കിലും ഒരു സത്യസന്ധമായിട്ട് ഇതിനോട് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് കണ്ടത്. അത് മതി. സത്യസന്ധമായി ജീവിക്കുന്നവർക്കാണ് ഇത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 10 പേര് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ 10 പേര് സത്യസന്ധമുള്ളവരെന്ന് ഞാൻ മനസ്സിലാക്കും. അത് മതി. അതാണ് നമ്മളെ ഇത്. അത് ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് വെച്ചാൽ ഇന്ന് എല്ലാത്തിലും മായമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് സർവ്വത്രയും മായമാണ്. കഴിക്കുന്ന ഭക്ഷണമായാലും അസുഖത്തിന് മരുന്നായാലും എന്തൊരു കാര്യമായാലും നിങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും ശരി തന്നെ അതിൽ എത്രയും മായമാണ്. നല്ലത് കിട്ടില്ല. നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നല്ല ആൾക്കാരുടെ അടുത്ത് പോകില്ല ആളുകൾ. നല്ല ആൾക്കാരെ മോശപ്പെടുത്തിയാൽ കളയും. ഈ ബിസിനസ് രീതിയിൽ വരുന്നവരെല്ലാം ഈ നല്ല സാധനങ്ങൾ കൊടുക്കാൻ പറ്റില്ല. നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ട് പോകാമല്ലോ. ഞാനൊക്കെ നല്ല സാധനം കൊടുത്ത് 18 ലക്ഷം രൂപ കടനിലിരിക്കുകയാണ്. 18 ലക്ഷം രൂപ ബാങ്കിൽ കടന്നു. ആ കടത്തിൽ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ, നല്ല ഒറിജിനലായിട്ട് ഒരു സംഭവം ചെയ്യണം, ഒരു മരുന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധനം വിൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് യഥാർത്ഥ വിലയാണ്.
നമ്മൾ വില പറയുമ്പോൾ അവർക്ക് ഈ വിലയ്ക്ക് സാധനം വാങ്ങില്ല. കാര്യം അവർക്ക് അതിനെക്കാട്ടിൽ നക്കാപ്പിച്ച പൈസയ്ക്ക് വാങ്ങിക്കാൻ ഇവിടെ മരുന്നിനും പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ മരുന്നിന് ഇത്രയും വിലയാണെന്ന് പറഞ്ഞു പോകും. കാരണം ശരിക്കും അതിൻ്റെ യഥാർത്ഥ മരുന്നായിരിക്കും. വില മാത്രമല്ല, വാങ്ങണവർ വില കൊടുത്ത് വാങ്ങണവർ സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണെന്നറിയാം, അവർക്ക് അസുഖം ഉണ്ടാകുന്നു. അവൻ നടക്കട്ടെ, നമ്മൾ ഈ വാങ്ങിച്ച് ഉപയോഗിച്ചവർ കൊള്ളാനുള്ള വാക്ക് മറ്റുള്ളവർക്ക് പറയില്ല. എന്നാൽ അവരുടെ ആവശ്യത്തിന് മാത്രം ഒന്ന് വാങ്ങും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ നല്ല സാധനം കിട്ടുമ്പോൾ അവരെ കുടുംബത്തിലേക്ക് മാത്രം ഒതുക്കും, പബ്ലിസിറ്റി ചെയ്യില്ല. അതേസമയം ഒരു പോലീസ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു പബ്ലിസിറ്റി കൊടുക്കും. എന്നെയും വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ അവത്തെ പറ്റിയില്ല, ഇനി അവനക്കും പറ്റട്ടെ എന്നുള്ള ഒരു സന്തോഷമാണ് അവർക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതൊരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഇത് ചെയ്യുന്നവർക്ക് എന്നും നമുക്ക് തോൽവി മാത്രമേ ഉള്ളൂ. തോൽവി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേസമയം എന്തിലും ഇന്നത്തെ കാലത്തുള്ള ഈ ബിസിനസ് രീതിയിലായാൽ മാത്രമേ ഇന്ന് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെയുള്ള ഒരു സംവിധാനമായിപ്പോയി. അതുകൊണ്ട് മരുന്നിൻ്റെയൊക്കെ ഇങ്ങനെയാണ്. നല്ലത് എന്ന് പറയുന്ന സാധനം ഇന്ന് മരുന്നായിട്ട് ഇന്ന് ഒറിജിനൽ മരുന്ന് കിട്ടാറില്ല. ഇന്നെല്ലാം എന്താ പറയുന്നത്, കെമിക്കൽ ചേർത്ത സാധനങ്ങളെ കിട്ടുകയുള്ളൂ. ഒറിജിനൽ മരുന്നുകളൊന്നും ഇനിയുള്ള കാലത്തിൽ കിട്ടില്ല. ഇനിയെല്ലാം പോയി, അതെല്ലാം അതിൻ്റെ കാലഘട്ടം പെട്ടുപോയി. കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 18 വർഷം പഠിക്കണം. ഈ ശിശുത്വം കൊണ്ട് 18 വർഷം പഠിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു വൈദ്യനാകാൻ പറ്റൂ. 18 വർഷം പഠിച്ചാലും പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞാലേ നമുക്ക് ശരിക്കുള്ള സാധനങ്ങളെല്ലാം തരുള്ളൂ. അതാണ് അന്നത്തെ ആശാന്മാർ. അവരുടെ അടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ അത്ര പാടുപെട്ട് പഠിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരും ഇന്ന് വന്നാൽ നാളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പഠിക്കാൻ പോകുന്നതെല്ലാം അതുതന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്ന് സാധാരണ അങ്ങനത്തെ പഠിത്തമുള്ളവരാരും ഇപ്പം ഇല്ല. അതൊക്കെ പോയി, കാലഘട്ടപ്പെട്ടു പോയി. ഇന്നുള്ളവരെല്ലാം വലിയ വലിയ രീതിയിൽ പണം ഉണ്ടാക്കുക, അങ്ങനെയുള്ള രീതിയിലുള്ള അവർ ഇഷ്ടം പോലെ ഇന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു വരാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ഈ ദോശ ഏക്കാതിരിക്കാനുള്ളൊരു ഏലസുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഏലസ് ചെയ്യണമെങ്കിൽ അത് 2500 രൂപ പൂജക്കൂലി കൊടുക്കണം. പൂജക്കൂലി 2500 രൂപയുള്ളൂ ഒരു ഏലസിന്. പക്ഷേ അത് എന്താണ് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇതാരെയും വശീകരിക്കാനോ അല്ല മറ്റുള്ള നമുക്ക് അർഹതയില്ലാത്തത് കിട്ടാനല്ല ഞാൻ ഈ ഏലസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അങ്ങനെ വിചാരിച്ച ആരും വരെയും വേണ്ട. ഈ ഏലസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിന് ഒരു വാതിൽ വേണം. വീട്ടിന് വാതിലിൽ തുറന്നിട്ടിട്ട് പോയാൽ കിടക്കണതൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് പോകില്ലേ? നല്ലവരും ചീത്തവരും എല്ലാവരും കൂടെ കയറി വരില്ലേ വീട്ടിനകത്ത്? അതേസമയം ഒരു വാതിലുണ്ടെങ്കിലോ എല്ലാവരും കയറാൻ വെക്കില്ല. നമ്മൾ അനുവാദം ഇല്ലാതെ അടുത്തവന് കയറാൻ വെക്കില്ല. നമ്മൾ അനുവാദം ഇല്ലാതെ ഓർത്തവർക്ക് നമ്മളെ വീട്ടിനകത്ത് കയറാൻ വെക്കില്ലല്ലോ. ഇതേ മെത്തേഡാണ് നമ്മളെ ശരീരത്തിന് ഒരു കെട്ട്, അതായത് നമ്മൾക്കൊരു ബന്ധനം, നമ്മളെ ശരീരത്തിനൊരു വാതിൽ ആവശ്യമാണ്. അതിൽ, അതായത് ഒരു വസ്തു അതിലുണ്ടെങ്കിലേ ഒരു ഇന്നാരെ വസ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിരില്ലാതെ കിടന്നാൽ നമ്മൾക്ക് എല്ലായിടത്തും പോകില്ലേ? അപ്പോൾ അതിനനുസരിച്ച് വാതിൽ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അനുവാദം ഇല്ലാതെ അടുത്തവൻ ആ വസ്തുവിൽ കയറാതിരിക്കുകയുള്ളൂ. അതേപോലെയാണ് ഈ ശരീരം. നമ്മളെ ശരീരം എന്ന് പറയുന്നത്, നമ്മളെ ശരീരത്തിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് എല്ലാവർക്കും ഈ ഏലസ് ധരിക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളെ ദ്രോഹിക്കുന്നവരേ ഉള്ളൂ കൂടുതൽ. നമ്മൾ ഉപകാരം ചെയ്യുന്നവരൊക്കെ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഈ കമ്പേര്, ഈ
കൂടോത്രമൊക്കെ ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഈ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർ ജീവിക്കാൻ സമ്മതിക്കില്ല. കൂടോത്രക്കാർ ഇഷ്ടം പോലെ അവർ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അവർക്ക് ആദായം ഉണ്ടാവണം. നമ്മളെല്ലാം എടുക്കുന്നതിന് വേണ്ടി ഇവർ എന്തെങ്കിലുമൊക്കെ കൂടോത്രം ചെയ്യും. ഈ വശീയം മറ്റത് മരിച്ചത്, ഈ വശീയം എന്ന് പറയുന്നത് നമ്മളെ സ്വത്തിന് വേണ്ടിയായിരിക്കും വശീയം ചെയ്യുന്നത്, അല്ലാതെ ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയല്ല. ഈ എല്ലാവരും പറയും ഭാര്യ ഭർത്താക്കന്മാർക്ക് വശീയം ചെയ്യാം കുഴപ്പമില്ലെന്ന്. ഒരു കാരണവശാലും ആരെങ്കിലും ഭാര്യ ഭർത്താക്ക് വശീയം ചെയ്യാൻ പറ്റുമല്ലോ? ഒരു നീതിയിലും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ ഈ ഭാര്യ ഭർത്താക്കൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവസാനം വരെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ നമ്മളെ രണ്ട് കൈ കണക്കാണ്. രണ്ട് ശരീരമോ ഒരു മനസ്സായിരിക്കുന്നവരാണ് ഭാര്യ ഭർത്താക്കന്മാരാവേണ്ടത്. അല്ലാതെ വശീയപ്പെടുത്തി വയ്ക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ ഈ സ്വത്തിനോ അവരുടെ അവരുടെ പണത്തിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവർ ഈ വശീയം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ നന്നാക്കുന്നതിനല്ല അവർ വശീയം ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് നമ്മളെ സ്വത്തോ പറഞ്ഞ കാര്യം നമ്മൾ കൊടുക്കില്ല. നമ്മൾ സ്വയം മനസ്സാർന്ന് നമ്മൾ കൊടുക്കില്ലല്ലോ. നമുക്ക് ഇത് മോശക്കാരാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ലല്ലോ. ഇതുകൊണ്ട് നമ്മളെ മനസ്സിനെ കൂടെ മാറ്റിച്ച് ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം ഇവർ ഈ വശീയം കത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകളിൽ ഇരുന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഒരു ഏലസ്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരും. കാര്യം എല്ലാവർക്കും നമുക്ക് ഇത് ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാര്യം നല്ലവരും ഈ ചീത്ത ചെയ്യുന്നവർക്ക് ഈ ഏലസിൻ്റെ ആവശ്യമില്ല. കാര്യം ഈ വശം ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഏലസ് വാങ്ങിച്ചാൽ അത് ഫലിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഈ ഏലസിൻ്റെ പവർ ഏതുവരെ ഉണ്ടാകുമോ, നമ്മൾ നന്നായിരുന്നിട്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ ദോഷങ്ങൾ നമ്മൾ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏലസ് കൊടുക്കുന്നത്. അത് ഞാനിവിടെ സത്യവാക്ക് വാങ്ങിച്ചു. എൻ്റെ ഒരു പരദേവതയാണ്, അത് വനദേവതയാണ്. വനദേവതയുടെ ഞങ്ങൾ കാലകാലമായി ഇത് ചെയ്തു വരുന്നവരാണ്. എൻ്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽ അന്നക്കയെന്ന് പറഞ്ഞാൽ ഈ ദോഷക്കയറിന് കറിഞ്ഞ് കെട്ടും. കൊച്ചു കുട്ടികൾ കയറ് ചെവിച്ച് കെട്ടും. ഈ ഏലസും കൊടുക്കും. ഈ ഏലസ് എന്ന് പറയുന്നത് ഇത് മന്ത്രവും രണ്ടാമത് ഔഷധങ്ങൾ, കുറച്ച് ഔഷധങ്ങളുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെ ഔഷധവും ഏലസ് മാന്ത്രികവും പൂജ ചെയ്തിട്ട് അതിനെ ചെവിച്ച് അടച്ചു കൊടുക്കണതാണ്. ആ ഏലസിൻ്റെ അകത്ത് അടച്ചു കൊടുക്കും. ഈ ഏലസിൻ്റെ അകത്ത് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് മറ്റുള്ള ദുഷ്ടശക്തിയിൽ അടുക്കില്ല. ഈ പ്രപഞ്ചശക്തിയെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യന്ത്രത്തിൽ എഴുതി ഇത് കണക്ക് ഉള്ള ഒരു പച്ചല ഈ ഔഷധശെരിയിൻ്റെ വേര് ഇതിലൊക്കെ വെച്ച് വേര് ഇങ്ങനെയുള്ള ഐറ്റങ്ങളുണ്ട്. ഇതൊക്കെ എടുത്ത് യന്ത്രത്തിൽ കൂടെ വെച്ച് ഏലസിൻ്റെ അകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ദുഷ്ടശക്തിയിൽ നമ്മളെടുത്ത് അടുക്കില്ല. ദുഷ്ടശക്തിയിൽ അടുക്കാതിരിക്കാനാണ്. നമ്മൾ ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ നമ്മൾ നേർവഴിക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഒരു വഴിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ കല്ലുകാരുടെ മുള്ളുകളിലൊക്കെ നമ്മൾ മാറ്റി കൊടുത്താൽ നമ്മൾ നടക്കാൻ എളുപ്പം ഉണ്ടാവും. അതുപോലെയാണ് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും. മറ്റുള്ളവർക്ക് അടിച്ചുകൊണ്ട് പോകാൻ ഒക്കില്ല. നമ്മൾ ഇതുപോലെ നമ്മളെ ശരീരത്തിന് ഒരു കെട്ട്, ഒരു ബന്ധനം, ശരീരത്തിന് ഒരു ശരിക്കും മറ്റുള്ള ദുഷ്ടശക്തിയിൽ അടുക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ഏലസാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് നമ്മൾ സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഇത് നിങ്ങൾക്ക് അതും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്ന് വാങ്ങിക്കുക. ഞാനിത് ആർക്കും അയച്ചു തരില്ല. ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രമാണ്. വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണി വരെ മാത്രം 1 മണിക്കൂറാണ് ഞാൻ ഇതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ഏലസ് ജപിച്ച് കൊടുക്കണം. ആറ് പറഞ്ഞവർക്ക് ആ ഏലസ് ഞാൻ ഒരു മണിക്കൂറേ കൊടുക്കുള്ളൂ. അതിന് കൂടുതൽ എനിക്ക് ഇരിക്കാൻ കാര്യം 1-2 പേര് ഇന്ന് സത്യസന്ധത ഉള്ളവർ വളരെ കുറവല്ലേ, വളരെ കുറച്ച് പേരേ വരുള്ളൂ. അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ വേറെ ജോലി ചെയ്യാം. ഞാൻ എൻ്റെ ജോലി നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ വൈദ്യശാലയിൽ വന്നാൽ എൻ്റെ ജോലി. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേറെ വഴിയുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അത് ഈ ഒരു നന്മ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ദുഷ്ടത്തരം ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സ്വത്തിനും പണത്തിനും വേണ്ടി ആൾക്കാർ ഈ വശീകരിക്കാനും സൂത്രം ചെയ്യാനും അവരുടെ ആദായം കിട്ടാൻ വേണ്ടിയാണ്.
നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ ആദായത്തിന് വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് നല്ലത് ചെയ്യാനല്ല ഇല്ല ഇത് ചെയ്യുന്നത്. ഇവരെ ആദായത്തിന് എടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഇവരുകൾ, അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്നത് അവർക്ക് കണ്ടുകൂടെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ഈ ഈ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഈ ആളുകളെ ദ്രോഹിച്ചു വെച്ചിരിക്കും. ഈ ദോഷപ്പെടുത്തും. ഏവല് പില്ലി ചൂനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ചിത്രപ്രയോഗമൊക്കെ ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് ഇത് ചെയ്യും. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ 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 നമുക്ക് കഷ്ടത്തിൻ്റെ മേലെ കഷ്ടം വന്നുകൊണ്ടേയിരിക്കുള്ളൂ. ഈ സത്യസന്ധമായിട്ട് വേറെ ജീവിക്കുന്നില്ലേ? സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർ കഷ്ടത്തിന് മേലെ കഷ്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് ഈ ഒരു ഏലസ് അത്യാവശ്യമാണ്. നിങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമാണ് ഞാനിത് കൊടുക്കാൻ താല്പര്യമുള്ളത്. അല്ലാതെ ഞാൻ വേറെ വശീയമോ മറ്റുള്ള കാര്യം നേടാൻ വേണ്ടിയുള്ള ഒരു വസ്തു ഞാൻ കൊടുക്കില്ല. ഞങ്ങളാരും കൊടുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ജീവിച്ച് ശീലിച്ചവരാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആദിവാസി വിഭാഗത്തിൽ ജനിച്ച് ആ ഒരു പാരമ്പര്യത്തിൽ ജീവിച്ചതാണ്. ഞങ്ങൾക്ക് ആർക്കും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണം, ആരെയും ദ്രോഹിച്ച് ജീവിക്കണം എന്നുള്ളൊരു താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ മറ്റുള്ളവർ ദ്രോഹിക്കുള്ളൂ. ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നേർവഴി, അതായത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മളിവിടെ വന്ന് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പ്രയോജനമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ജീവിക്കുന്നു, കുറച്ച് കാലങ്ങളിലേ ജീവിക്കണുള്ളൂ. അതും കുറച്ച് കാലമേ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ച് വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവം നമുക്ക് കുറച്ച് കാലം മാത്രമേ ആരോഗ്യം തരുള്ളൂ. അതും കൈകാല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് മനുഷ്യനായിട്ട് ജനിച്ചിട്ട്. പക്ഷേ ഇത്രയും പുണ്യമായ ജന്മ വെച്ചിട്ടാണ് ഇവർ ഈ രീതിയിൽ അത്രയും ദ്രോഹിച്ചും ജീവിക്കുന്നത്. ഇവർക്കാർക്കും ഇത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ, അവരുടെ രീതിയിലേക്ക് ജീവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിച്ച് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് സഹായിക്കുക. ആരെയും ഉപദ്രവിച്ചോ അവരുടെ ഒന്നും നോക്കി നമ്മൾ ജീവിക്കാൻ പാടില്ല. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏലയിലെ ജന്മത്തിനും നമുക്ക് ദോഷമാണ് വരുന്നത്. മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പോഴത്തെ നേട്ടമാണെങ്കിലും പിന്നീട് ഏലയിലെ ജന്മത്തിന് ദോഷമാണ് അത് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഇത്രയും രീതിയിലുള്ളവർക്ക് എന്തെല്ലാം രീതിയിലുള്ള ജീവശാലികളുണ്ടെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞാൽ അത് പുണ്യമായ ജന്മമാണ്. അതും കാലുകൈ ആരോഗ്യത്തോടെ ജനിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതൊരു പുണ്യം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ജന്മം നമ്മൾ ജനിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ഉപദ്രവിച്ച് ജീവിച്ചിട്ട് ഈ ശരീരം കൊണ്ട് ഏതൊന്നും നേടാൻ പോകുന്നില്ല. നമുക്ക് പാപമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. ആ ഉപകാരം ചെയ്യുന്നതിൻ്റെ കൂട്ടത്താണ് ഞാൻ ഞാൻ ചെയ്യുന്ന ചികിത്സയും അതുപോലെയാണ്. ഞാൻ ചെയ്യുന്ന വൈദ്യ ചികിത്സ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന ഉപകാരം മാത്രം ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെയാണ് ഈ മാന്ത്രിക പ്രശോഭനത്തിൽ. ഇത് മറ്റുള്ളവർ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാലും നമ്മൾ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് കണ്ടുകൂടാ. നമുക്ക് എപ്പോഴും അപരാധവും മോശക്കാരാക്കവും ഇങ്ങനെയുള്ള എന്നും നമ്മൾ ഇതിലുകൊണ്ട് ഒരു ദുഃഖം മാറാതെ ഇരിക്കും. ഈ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് ദുഃഖം മാറത്തില്ല. അവരെ ആസ്വദിച്ച് ജീവിക്കാനേ പറ്റില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ജീവിക്കുന്നവർ ഭയങ്കര ആസ്വദിച്ചാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഇതൊന്നും ചിന്തയേ ഇല്ല, അവർക്ക് ദുഃഖവുമില്ല. അവർ പറ്റിച്ച് ആരെ വലിപ്പിച്ചാലും അവർക്ക് സന്തോഷമാണ് അവർ ജീവിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരാളുടെ അടുത്ത് കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ മനസ്സിലിരുന്ന് ഇങ്ങനെ ഒരു സൈഡ് എപ്പോഴും കൊടുക്കും ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. അത് ഉള്ളവരാണെങ്കിൽ. അതേസമയം സത്യസന്ധത ഇല്ലാത്തവരാണെങ്കിൽ അവനക്ക് പോയി കൊടുക്കണം, വേറെ ജോലി. അവർ ഈ നെല്ല് പണ്ടുള്ള ആൾക്കാർ പറയും നെല്ല് കണ്ടിട്ട് അരി കടം വാങ്ങിക്കാനാണ് പറയുന്നത്. നെല്ലുണ്ടെങ്കിൽ അരി കടം വാങ്ങിക്കാനാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഉള്ളവർ അങ്ങനെയൊന്നുമല്ല. എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നുള്ള വാങ്ങിച്ച് ആരെങ്കിലും വലിപ്പിച്ച് അവർ ജീവിക്കും. അവർ സന്തോഷമായിട്ട് ജീവിക്കണം. അവർ ഭയങ്കര സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. എങ്ങനെ ജീവിക്കണം അത് നമുക്കറിഞ്ഞുകൂടാ. നമ്മളെപ്പോലെ സത്യസന്ധത ഉള്ളവർക്കൊന്നും ഒരാളിൻ്റെ എന്തെങ്കിലും ഒരു സ്വത്ത് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്തിട്ട് അത് കൊടുക്കാതിരിക്കും, നമുക്ക് കൊടുക്കുന്നത് വരെ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. ഒരു സൈഡിൽ ഇരുന്ന് അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കും.
ഞാനേ താണ്ട ഈ ബാങ്കിൽ 18 ലക്ഷം രൂപ കടമുണ്ട്. ഈ 18 ലക്ഷം രൂപ ബാങ്കിലെ കടം വന്ന് ഞാൻ ബിസിനസ്സിൽ നഷ്ടമായി. ഇപ്പം ഈ ബാങ്ക് കടമുള്ളിറങ്ങി എന്ന് ഞാൻ ആ കടത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ദിവസമൊന്നുമില്ല. എന്നും പറഞ്ഞാൽ അത് കൊടുക്കാതിരിക്കില്ല. മനസ്സിലായില്ലേ? അത് നഷ്ടപ്പെട്ട അടുത്ത പണി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ ബാങ്കുകാർ കൊടുക്കാതിരിക്കാൻ വാങ്ങാതിരിക്കില്ലല്ലോ. നമ്മൾ ബാങ്കിലെ കടം വാങ്ങിക്കുന്നത് അവരെന്തെങ്കിലും വാങ്ങാതെ എന്തെങ്കിലും കാണാതെ നമുക്ക് പൈസ തരില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പൈസ കിട്ടണം അവർക്കറിയാം. പക്ഷേ നമുക്ക് പൈസ കൊടുത്താലല്ലേ നമ്മൾ ബാധ്യത തീരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചേർത്താൽ അവർ എല്ലാം കൂടെ കൊടുക്കുകയും കൊണ്ടുപോകില്ലേ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ബാങ്കിൽ ഇருந்து കടം തരുന്നവർ അവർ പിന്നെ എന്തെങ്കിലും അവരുടെ ഇത് മുതലാക്കിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അതുപോലെ ബാക്കിയുള്ളവർ എന്നാ ഇത് ഒന്നും ചെയ്യാതെ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു വിശ്വാസത്തോടെ കൊടുക്കുന്നവരെ പൈസയെല്ലാം വാങ്ങിച്ച് തിന്നിട്ട് അവർ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ദോഷമായിരിക്കും. എന്നാൽ അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ ഈ വാങ്ങിച്ച് തിന്നിട്ട് ഇല്ലെന്ന് പറയുന്നവരൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊരു ഹാപ്പിയാണ്. സത്യസന്ധത ഉള്ളവർക്കൊണ്ട് പറ്റില്ല കേട്ടോ. എനിക്കെല്ലാം ഒരു സൈഡ് ഇങ്ങനെ ഏത് സമയത്തും ദിവസവും നമുക്കൊരു വെപ്രാളമാണ്. ഒരു കടം വാങ്ങിച്ചാൽ കൊടുത്തില്ലെങ്കിൽ ഒന്ന്, രണ്ടാമത് മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യാതെ ജീവിക്കണമെന്നുള്ള ഒരു സിസ്റ്റമാണ്. എങ്കിലും നമ്മൾ ജീവിച്ചിട്ട് പ്രയോജനമുള്ളൂ. ഇത് ഈ അല്ലാതെ പിന്നെ ആർക്കും ദ്രോഹം ചെയ്ത് നമ്മൾ ജീവിച്ചിട്ട് എന്ത് നേടാൻ പോകണം? നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പോകണ്ടോ? ഇവിടെ നിന്ന് ഈ ഉണ്ടാക്കിയിരുന്ന സ്വത്തുകളൊന്നും കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള സ്വത്തുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മ നമുക്ക് കൊണ്ടുപോകുന്ന സ്വത്താണ്. അത് നമ്മൾ കൊണ്ടുപോകും. അത് ദൈവം നമുക്ക് അവിടെയാണ് നമുക്ക് ഒരു ഇതുള്ളത്. നമ്മൾ കൊണ്ടുപോകുന്ന സ്വത്താണ്. ബാക്കിയുള്ള ഈ പിന്നെ ബാക്കി ഇവിടെ പിന്നെ വസ്തുക്കളായിട്ടും സ്വത്തുക്കളായും വാങ്ങിച്ചിരുന്നതെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്തായാലും ഒരു കാരണവശാലും മറ്റുള്ളവരെ ദ്രോഹിച്ച് വാഴരുത്, ജീവിച്ചിട്ട് ഏതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് എന്നുള്ളത് നമ്മൾ സത്യസന്ധത ഉള്ളവർ നമ്മൾക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. അവർ അങ്ങനെ ജീവിച്ച് അവർ ശീലിച്ചു പോയവരാണ്. അവർ തന്നെ ഇന്നത്തെ കാലത്ത് നന്നായിരിക്കുമല്ലോ. കാര്യം ഇന്ന് കലിയുഗമല്ലേ. കലിയുഗത്ത് ഈ പൊയ്യായ ആൾക്കാർക്കാണ് സപ്പോർട്ട് ഇഷ്ടം പോലെ ഉള്ളത്. നീതിയായിട്ട് ജീവിക്കുന്നവർക്ക് സപ്പോർട്ട് കാണില്ല. അതാണ് ഇന്നത്തെ ഒരു സിസ്റ്റം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. നമ്മൾ എന്നും ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആലോചന കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയുന്നതിനൊരു വ്യക്തതയില്ലാതായിരിക്കുന്നു. അങ്ങനെ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് ഒരു ഏലസ് ആവശ്യമാണ്. കാര്യം ഏലസ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഒരു ഏലസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള ദുഷ്ടശക്തിയിൽ നമ്മൾ അടുക്കില്ല. ദുഷ്ടശക്തി എന്ന് പറഞ്ഞാൽ ഈ കൂടോത്രം അങ്ങനെയുള്ള ഈ കമ്പയർ ഈ വിളിദോഷം അതൊന്നും അടുക്കില്ല. അപ്പോൾ നമ്മളെ ഒരു വസ്തുവിന് എങ്ങനെ ഒരു അതിര് വേണോ, പിന്നെ വാതിൽ വേണോ, അത് കണക്കാണ് ഈ നമ്മളെ ശരീരത്തിന് ഒരു 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 രക്ഷാകവശമാണ്. ഇത് ശരീര രക്ഷാകവശമാണ്. ഇത് നിങ്ങൾ താല്പര്യമുള്ളവർ വന്ന് വാങ്ങിച്ച് ഇത് സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർ വന്ന് വാങ്ങിച്ച് കിട്ടുക. അല്ലാതെ മറ്റുള്ളവരെ പറ്റിക്കുന്നവരാരും ഇവിടെ ഒന്ന് വാങ്ങിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ ഞാൻ വന്നാൽ ഇവിടെ ഞാൻ തരണത് ഫലിക്കാതാകും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ പരദേവതയുടെ നടയിൽ വെച്ച് കൊടുക്കുകയുള്ളൂ. ഞാൻ ആർക്കും അയച്ചു കൊടുക്കില്ല. പരദേവതയുടെ നടയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വാക്ക് വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് പരദേവതയുടെ അടുത്ത് സത്യവാക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ അതനുസരിച്ച് മാത്രമേ പൂജ ചെയ്യുള്ളൂ. കാര്യം ഇവർ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ട് മറ്റുള്ളവരായാലും ഉപദ്രവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഏലസ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ അടുത്തവണ വലിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ശരീരരക്ഷത്തേക്ക് ഇത് വാങ്ങിച്ചിട്ട് അടുത്തവണ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ഈ ഇത് വാങ്ങിച്ച് കെട്ടിയാൽ അവർക്ക് വലിക്കില്ല. ഇതിൻ്റെ ഏലസിന് പവർ ഉണ്ടാവില്ല. ആരെങ്കിലും ദ്രോഹിച്ച് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കുന്നവർ ഈ ഏലസ് വാങ്ങിച്ച് കെട്ടരുത്. സത്യസന്ധമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ മറ്റവരെ ഉപദ്രവിക്കുന്നെങ്കിൽ അത് ആ ഉപദ്രവം നിങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഏലസ് വാങ്ങിച്ച് കെട്ടാം. അതിന് മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ
ഞാനിതിൽ അഡ്രസ്സ് തരാം. ഈ അഡ്രസ്സിൽ വെള്ളിയാഴ്ച ദിവസമേ നമ്മൾ ഇത് കൊടുക്കുകയുള്ളൂ. വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണി വരെയാണ് ഞാൻ കൊടുക്കുന്നത് രാവിലെ. അത് ഇനി ഞായറാഴ്ചയാക്കും, മിക്കവാറും ഞായറാഴ്ചയാക്കാനാണ് സാധ്യത. കാരണം വെള്ളിയാഴ്ച ഇത്തിരി പാടായത് നമ്മൾ ഞായറാഴ്ച ദിവസം ആക്കാനാണ് ഒന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അത് പിന്നെ ഈ വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണി വരെ ഉണ്ടാവും. അത് എങ്കിലും ഇതിനൊന്ന് ഞായറാഴ്ച ഈ സമയമാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ്. ഞായറാഴ്ച ദിവസം 8 മണി മുതൽ 9 മണി വരെ ഉള്ള ഒരു രാവിലെ 8 മണി മുതൽ 9 മണി വരെ അത് ക്ഷേത്രത്തിൻ്റെ വെച്ചേ കൊടുക്കുകയുള്ളൂ. ഇത് ആവശ്യക്കാർ വന്ന് വാങ്ങിച്ചിട്ട് നിങ്ങളെപ്പോലെ ഈ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊരു അത്യാവശ്യമാണ്. കാര്യം എന്താ, ഇതുകൊണ്ട് ഈ ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ഷൻ. ഞാൻ വലിയ പൈസ, ഇത് പൂജ കാശ് മാത്രമേ 2500 രൂപ വാങ്ങുകയുള്ളൂ. അല്ലാതെ വേറെ പിന്നെ ആർക്കും വേറെ കൂടുതൽ പൈസ വാങ്ങിച്ചിട്ടല്ല കൊടുക്കുന്നത്. കോമണായിട്ട് ചെയ്തു വരുന്നതാണ്. ഒരാളിന് വേണ്ടി പൂജ ചെയ്താൽ മാത്രമേ പൈസ കൂടുകയുള്ളൂ. ഇത് ഒരാളിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ, നമ്മൾ കോമണായിട്ട് ചെയ്തിട്ട് ഈ മൂലിക വെച്ച് അടച്ചു കൊടുക്കുന്നതാണ്. ഇതൊരു പ്രൊട്ടക്റ്റിന് വേണ്ടിയാണ്, നമ്മളെ പ്രൊട്ടക്റ്റിന് വേണ്ടി നമ്മൾക്ക് ഒരു രക്ഷ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഇത് താല്പര്യമുള്ളവർ വന്നാലേ ഇത് തരുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പിന്നെ ഐസ് തരില്ല. താല്പര്യമുള്ളവർ നേരിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഏലസ് തന്നേക്കാം. അത് ഈ വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണി വരെയാണ് കൊടുക്കുന്നത്. മിക്കവാറും ഇത് ഞായറാഴ്ചത്തേക്ക് വേണ്ടി മാറ്റും. 2 ദിവസം മാറ്റാൻ സാധ്യതയുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച ഇപ്പോൾ നമ്മൾ കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. ഞായറാഴ്ച ഞങ്ങൾ കൊടുക്കണമെങ്കിൽ അറിയിക്കും. ഇതുപോലെ ഒരു വീഡിയോയിൽ എൻ്റെ വീഡിയോ ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ ആ വീഡിയോയിൽ ഞങ്ങൾ അറിയിക്കും. ഞായറാഴ്ചത്തേക്ക് മാറ്റുന്ന കാര്യം ഞങ്ങൾ അറിയിക്കും. എന്നാൽ ഇപ്പോൾ കൊടുക്കുന്നത് വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണി വരെയാണ്. അത് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ വന്നാൽ മാത്രമേ, ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ ഇത് വന്ന് വാങ്ങിച്ച് ഇതിൻ്റെ ഗുണം മനസ്സിലാക്കാം. ഇതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. ഇതിന് പിന്നെ കൊച്ചുകുട്ടികൾക്ക് എന്ന് പറയുന്നത് ദോശക്കയിലുണ്ടാക്കി കൊടുക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിത് ഈ ദോശക്കയറിനൊന്നും ഞാൻ പൈസ പറഞ്ഞ് വാങ്ങിക്കില്ല. നിങ്ങൾ തരുന്ന ദക്ഷിണ മാത്രമേ എടുക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദക്ഷിണ തന്നാൽ മതി. ദോശക്കയറെന്ന് പറയുന്ന സംഭവത്തിന് ഞാൻ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കണതല്ല. അതുകൊണ്ട് ഈ ഞാൻ ഇത്ര രൂപ വേണമെന്ന് ഞാൻ ചോദിച്ചു വാങ്ങിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാം. ദോശക്കയറി ഞാൻ ചെവിച്ച് തരും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇതിൽ വെച്ച് പൂജ ചെയ്ത് ജപിച്ച് തരും. കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ മന്ദം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വരും. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അതുങ്ങൾക്ക് വല്ല പേടിപ്പാട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ദുഷ്ടശക്തിയിൽ കൊച്ചുങ്ങളെ അടുക്കാതെ ഇരിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ പൈസ റേറ്റ് പറയാതെയാണ് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതുങ്ങൾ യഥാർത്ഥ ആൾക്കാരാണ്, അവർക്കൊക്കെ അത്യാവശ്യം വേണം. നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു ഞാൻ നൂല് ജയിച്ചു കൊടുത്തരും. നൂലെന്ന് പറയുന്നത് ഒരു ദോഷക്കയറെന്നാണ് പറയുന്നത്. ഏതൊരു ദോഷങ്ങളും കൊച്ചിന് ബാധിക്കാതിരിക്കാൻ, കമ്പേര് ദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങൾ ബാധിക്കാതെ കൊച്ചിങ്ങനെ നന്നായിരിക്കണ്ടേ, അതുങ്ങൾ ജീവിതത്തിൽ നല്ലവണ്ണം വളരണ്ടേ. അതുങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പരമ്പരാമായ രീതിയിൽ ഞങ്ങൾ ചെയ്തു വരുന്നതാണിത്. ഞങ്ങളെ കാലകാലമായിട്ട് ഇത് ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതൽ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഈ ദോഷക്കയറെന്ന് പറഞ്ഞ ഒരു സംഭവം കെട്ടും. അത് കെട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള പേടിപ്പാടൊന്നും ഉണ്ടാവില്ല, മറ്റുള്ള ദോഷങ്ങൾ ബാധിക്കില്ല. കൊച്ചുങ്ങൾക്ക് നല്ല രീതിയിൽ കൊച്ചുങ്ങൾ ആരോഗ്യമായിട്ട് ജീവിക്കും, ഈ പ്രപഞ്ച സത്യമായിട്ട് ചേർന്ന് ജീവിക്കും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ നല്ല സത്യസന്ധമായിട്ട് ജീവിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടി ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ദോശക്കയറെന്ന് പറയുന്നത് ജപിച്ച് തരുന്ന ദോശക്കയറ്. നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾ ദക്ഷിണ ഇട്ടിട്ട് പോയാൽ മതി. ദക്ഷിണ തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുക. അത് നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾ ഇഷ്ടമുള്ളത് ദക്ഷിണ തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ളതാണ്. അത് ആ കയറ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ദയവ് ഇത് കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരൊക്കെ വന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ദോശക്കയറ് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണി വരെ ഞാൻ ഈ കയറ് ജീവിച്ച് കൊടുക്കുകയാണ്. അത് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ വൈദ്യർ ഞാൻ ഇതിൽ അഡ്രസ്സ് കൊടുത്തയക്കാം. അഡ്രസ്സിൽ വരുമ്പോൾ വൈദ്യരെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി എല്ലാവരുടെ. കാര്യം 8 മണി മുതൽ 9 മണി വരെ വൈദ്യശാലയിൽ കാണില്ല, ഈ ക്ഷേത്രത്തിലേ കാണുള്ളൂ. അപ്പോൾ വൈദ്യരെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്. നമ്മൾ
ഈ പരദേവത ക്ഷേത്രമായിരിക്കുന്നത് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ഞാൻ വച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ വീട്ടിൻ്റെ അടുത്താണ്. അവിടെ നിങ്ങൾ ചോദിച്ചിട്ട് വരാം. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറെ ഉള്ള കാര്യങ്ങൾ ഈ ചോദിച്ചറിയണതോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഈ ഇലസം ഒന്നും കൊടുക്കില്ല. പ്രശ്നങ്ങൾ നോക്കി മറ്റുള്ളവർ വേറെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ചെയ്യുന്നത് പാരമ്പര്യമായി കൊടുത്തു വരുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പാരമ്പര്യമാണ്. ഞങ്ങൾ ഈ കൊച്ചുങ്ങൾക്ക് ഏതെങ്കിലും ദോഷങ്ങൾ പറ്റാതെ ഇരിക്കാൻ വേണ്ടി കയറി ജീവിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബ പാരമ്പര്യമായി ചെയ്തു വരുന്നതാണ്. ആ തൊഴിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ ആർക്കും ദോഷപ്പെടുത്തുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഇത് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അത്രയും ഈ മായ ലോകങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോവാതിരിക്കാൻ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഈ ദോഷക്കയറെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അത് നിങ്ങൾ വന്ന് നേരിട്ട് വാങ്ങിക്കൊള്ളുക. വെള്ളിയാഴ്ച വന്നാൽ മതി. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 9 മണി വരെ ഞാൻ ആ ക്ഷേത്രത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്യിച്ചു തരും. അത് വന്ന് വാങ്ങിച്ചു കൊള്ളുക. കാരണം പറഞ്ഞാൽ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇന്നുള്ള ഭാവിയിൽ അതുങ്ങൾ നന്നായിരിക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വിശ്വാസമുള്ളവർ വന്ന് വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഗ്രഹം ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ദോഷങ്ങളുണ്ടാകാതെ ഇരിക്കും. അതിന് ഞാൻ ഇത്ര രൂപയെന്ന് പറഞ്ഞല്ല ഞാൻ വാങ്ങിക്കുന്നത്. നിങ്ങൾ എന്ത് തരുന്നോ അതിന് നിങ്ങൾ ദക്ഷിണ മാത്രം വെച്ചിട്ട് നിങ്ങളിത് വാങ്ങിച്ചോളാം. നിങ്ങൾക്ക് മനസ്സിലായി. ദോഷകരമാണ്. പിന്നെ ഏലസിന് മാത്രമാണ് ഈ പൂജ പൈസ 2500 രൂപ ചിലവാകുന്നത്. അത് വലിയവർക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ചുകൊള്ളുക. പക്ഷേ പ്രധാനമായിട്ട് ഈ കൊച്ചുങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. അതിനൊന്നും നിങ്ങൾ നേരിട്ട് വന്ന് വാങ്ങിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ നേരിട്ട് വന്നാലേ തരുള്ളൂ. പൈസ ഒന്നും കൊടുക്കില്ല. നമുക്ക് അങ്ങനെയുള്ള സേവനമൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പരദേവതയുടെ അടുത്ത് നിന്ന് കൊടുക്കുന്നതാണ്. നമ്മളെ പരദേവതയെ നിലനിർത്തി വെച്ച് കൊടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ദേവതയുടെ അടുത്ത് വരണതേ നിങ്ങൾക്കൊരു ഭയങ്കര പുണ്യമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിലെ പാവങ്ങൾ എത്രയും ഒരു ഇതാണ്. പാവങ്ങൾ വീരാണ്, നല്ല ഇതാണ്. കൊച്ചുങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഇത് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കൊച്ചുങ്ങൾക്ക് വാങ്ങിച്ച് കൊടുക്കണമെന്ന് വന്ന് വാങ്ങിച്ചോളുക. കുഴപ്പമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വിശ്വാസമുള്ളവരൊക്കെ വന്ന് വാങ്ങിച്ചോളുക. നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണാം. നന്ദി.